ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. സഞ്ജുവിനെ വീണ്ടും തഴഞ്ഞ് ഇന്ത്യൻ സെലക്ടർമാർ. നമുക്കറിയാം, പലതവണ സഞ്ജു സാംസൺ ടീമിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ പോലും അദ്ദേഹത്തിന് പിന്തുണയുമെത്തിയ ഒരു താരം തന്നെയായിരുന്നു ഇന്ത്യയുടെ നിലവിലത്തെ ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ. അങ്ങനെയുള്ള ഗംഭീർ ഇന്ത്യൻ ഹെഡ് കോച്ചായിട്ട് വരുമ്പോൾ ഒരുപാട് അവസരങ്ങൾ പ്രതീക്ഷിച്ച ഒരു പ്ലെയർ തന്നെയായിരുന്നു സഞ്ജു. എന്നാൽ ഗംഭീർ ഹെഡ് കോച്ചായിട്ട് വന്നിട്ട് പോലും സഞ്ജുവിന് കാര്യമായിട്ടുള്ള അവസരങ്ങൾ ടീമിൽ ലഭിക്കുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത ദുലീപ് ട്രോഫിക്കുള്ള സ്ക്വാഡ്. നമുക്കറിയാം, ഗംഭീർ ഹെഡ് കോച്ചായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഏറ്റവും മെയിനായിട്ട് തൻ്റെ പ്ലേയേഴ്സിനോട് ആവശ്യപ്പെട്ട കാര്യം, അല്ലെങ്കിൽ BCCയോട് ആവശ്യപ്പെട്ട കാര്യം, സീനിയർ താരങ്ങളടക്കം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കൂടുതലായും ഫോക്കസ് ചെയ്യണമെന്നായിരുന്നു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിലുള്ള ആ പ്ലെയേഴ്സിനായിരിക്കും ഇനി കൂടുതലായും ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ടീമിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അടുത്ത മാസം ആദ്യം നടക്കാൻ പോകുന്ന ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അടക്കമുള്ള സീനിയർ താരങ്ങളോട് പങ്കെടുക്കാൻ BCCI ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ നമുക്കറിയാം, ദുലീപ് ട്രോഫി നടക്കുന്ന അതേ ടൈമിൽ തന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഥമമായി സംഘടിപ്പിക്കാൻ പോകുന്ന KCL ടൂർണമെൻറ്റും വരാൻ പോകുന്നത്. KCLൻ്റെ ഐക്കൺ പ്ലെയറാണ് സഞ്ജു സാംസൺ. പക്ഷേ ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ ഇടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച താരം KCL ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ KCLന് പിന്നാലെ ദുലീപ് ട്രോഫിക്കുള്ള സ്ക്വാഡ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തപ്പോൾ 4 ടീമിലും സഞ്ജു സാംസണ് സ്ഥാനമില്ല. വളരെ വ്യക്തമായിട്ടുള്ള കാര്യം, വീണ്ടും തഴയുകയാണ് സഞ്ജു സാംസണ് ഇന്ത്യൻ സെലക്ടർമാർ. നമുക്കറിയാം, ഗംഭീർ ആവശ്യപ്പെട്ട കാര്യം, അതായത് ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ നിന്നായിരിക്കും അടുത്ത മാസം നടക്കാൻ പോകുന്ന ബംഗ്ലാദേശ് സീരീസ് അടക്കമുള്ള പരമ്പരകൾക്ക് മെയിനായിട്ട് പ്ലെയേഴ്സിനെ ഇന്ത്യൻ സെലക്ടർമാർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയുടെ ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ ദുലീപ് ട്രോഫിക്ക് മത്സരിച്ചുകൊണ്ട് കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് ടീമിലേക്ക് വഴിതെളിയിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് തന്നെയായിരുന്നു മലയാളി താരത്തിനത്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത സ്ക്വാഡിൽ അദ്ദേഹത്തിന് അവസരമില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം, BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇഷാൻ കിഷൻ അടക്കമുള്ള പ്ലെയേഴ്സ് ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ ഇടം നേടിയിട്ടുമുണ്ട്. ദുലീപ് ട്രോഫിയിൽ മികവ് തെളിയിച്ചാൽ ഇഷാൻ തിരികെ ടീമിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഋഷഭ് പന്തിൻ്റെ ബാക്കപ്പ് ഓപ്ഷനായിട്ട് KL രാഹുലും ഇഷാൻ കിഷനും വരുന്നതോടുകൂടി അവിടെയും സഞ്ജു സാംസണ് ഇനി അവസരങ്ങൾ ലഭിക്കില്ല. ഓൾറെഡി ഇഷാനും സഞ്ജുവിനും KL രാഹുലും അതുപോലെ പന്തിന് പുറമെ ധ്രുവ് ജുറൽ, സർഫറാസ് ഖാൻ തുടങ്ങിയ മികച്ച താരങ്ങളൊപ്പം ബാബ ഇന്ദ്രജിത്ത് അടക്കമുള്ള മികച്ച യുവതാരങ്ങളും ദുലീപ് ട്രോഫിയിൽ മാറ്റൊരുക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു വിക്കറ്റ് കീപ്പർ പൊസിഷനായി മാറ്റൊരുക്കുന്ന മത്സരങ്ങളിലേക്ക് മറ്റെല്ലാ വിക്കറ്റ് കീപ്പേഴ്സും ദുലീപ് ട്രോഫിയിൽ മാറ്റൊരുക്കുമ്പോൾ പോലും സഞ്ജു സാംസൺ മാത്രം ഇത്തവണ KCLലും അതോടൊപ്പം തന്നെ ദുലീപ് ട്രോഫിയിലും കളിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സെലക്ടേഴ്സ് അവഗണിച്ചു എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ ഒരു ഫാക്റ്റ് തന്നെയാണ്. വരാനിരിക്കുന്ന രഞ്ജി ട്രോഫിയാണ് ഇനി സഞ്ജുവിൻ്റെ അടുത്ത ആ ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ്. രഞ്ജിയിൽ മികവ് തെളിയിച്ചാൽ പോലും കേരള പ്ലെയറെ ഇനി ഈ ഒരു കലണ്ടർ ഇയറിൽ മറ്റ് അന്താരാഷ്ട്ര സീരീസിലുള്ള ടീമിലേക്ക് സെലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നമുക്കറിയാം, ദുലീപ് ട്രോഫിയിൽ നടക്കമായിരിക്കും ഇനി മെയിനായിട്ട് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന രഞ്ജി ട്രോഫിയിൽ മികവ് തെളിയിച്ചാൽ പോലും സഞ്ജുവിനെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഇനി ഇന്ത്യൻ ടീമിലുള്ള അല്ലെങ്കിൽ ഇനി കളിക്കാൻ പോകുന്ന മത്സരങ്ങൾ വളരെയധികം കുറവ് തന്നെയായിരിക്കും. നമുക്കറിയാം, ഇഷാൻ കിഷനെ T20യിലും KL രാഹുലിനെ ഏകദിനത്തിലും ധ്രുവ് ജുറലിനെ ടെസ്റ്റിലും ബാക്കപ്പ് കീപ്പർമാരെ ഗംഭീർ പിന്തുണയ്ക്കാനാണ് നിലവിലത്തെ സാധ്യത. ഓൾറെഡി ഋഷഭ് പന്താണ് 3 ഫോർമാറ്റിലെയും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. ഇഷാൻ കിഷനും അതോടൊപ്പം തന്നെ KL രാഹുലിനെയും മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന യുവതാരം ധ്രുവ് ജുറലിനെ കൂടി പരിഗണിച്ചാൽ പോലും ഇന്ത്യക്ക് പരിഗണിക്കുകയാണെങ്കിൽ അവിടെയും സഞ്ജു സാംസണ് വീണ്ടും അവഗണന തന്നെയായിരിക്കും. നമുക്കിനി കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത ദുലീപ് ട്രോഫിയുടെ 4 സ്ക്വാഡുകളൊന്ന് പരിശോധിക്കാം. ടീം എ, അതായത് ശുഭ്മൻ ഗിൽ ക്യാപ്റ്റനായിട്ടുള്ള ടീം എയിൽ മയങ്ക് അഗർവാൾ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, KL രാഹുൽ, തിലക് വർമ്മ, ശിവം ഡുബെ, തനുഷ് കോടിയാൻ, കുൽദീപ് യാദവ്, ആകാശ് ദീപ്, പ്രസിദ്ധ് കൃഷ്ണ, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ, വിദ്യുത് കവീരപ്പ, കുമാർ സംഗക്കാര, യശ്വാസ് റാവത്ത് എന്നിവരാണ്. ഇനി അഭിമന്യു ഈശ്വരൻ ക്യാപ്റ്റനായിട്ടുള്ള ടീം ബിയിൽ യശസ്വി ജയ്സ്വാൾ, സർഫറാസ് ഖാൻ, ഋഷഭ് പന്ത്, മുഷീർ ഖാൻ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, യഷ് ദയാൽ, മുകേഷ് കുമാർ, രാഹുൽ ചഹാർ, സായി കിഷോർ, മോഹിത് അശ്വതി, N ജഗദീശൻ. ഋതുരാജ് ഗേക്വാദ് ക്യാപ്റ്റനായിട്ടുള്ള ടീം സിയിലേക്ക് വരുവാണെങ്കിൽ സായി സുദർശൻ, രജത് പടിദാർ, അഭിഷേക് പോറൽ, സൂര്യകുമാർ യാദവ്, ബാബ ഇന്ദ്രജിത്ത്, ഹൃതിക് ഷൊക്കീൻ, മാനവ് സത്താർ, ഉമ്രാൻ മാലിക്, വൈശാഖ് വിജയകുമാർ, അൻഷുൽ കംബോജി, ഹിമാൻഷു ചൗഹാൻ, മയങ്ക് മാർക്കണ്ഡെ, ആര്യൻ ജോയൽ ആൻഡ് സന്ദീപ്, മലയാളി തരമായിട്ടുള്ള സന്ദീപ് വാര്യർ.
ഇനി ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ടുള്ള ടീം ഡിയിലേക്ക് വരികയാണെങ്കിൽ അഥർവ തായ്ഡെ, യഷ് ദൂബെ, ദേവദത്ത് പടിക്കൽ, ഇഷാൻ കിഷൻ, റിക്കി ബുയ്, സരൺഷ് ജെയിൻ, അക്ഷർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, ആദിത്യ താക്കറെ, ഹർഷിത് റാണ, തുഷാർ ദേശ്പാണ്ഡെ, ആകാശ് സെൻഗുപ്ത, KS ഭരത് ആൻഡ് സൗരഭ് കുമാർ. സോ ഇതാണ് ദുലീപ് ട്രോഫിക്കുള്ള A, B